സംസാരിക്കാൻ പോകുന്നത് വൺ സൈഡ് ലവിനെ പറ്റിയാണ്. വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വേറിട്ടൊരു രൂപമാണ്. ഒരുപക്ഷെ തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആത്മാർത്ഥമായ സ്നേഹം, അതാണ് ഈ വൺ സൈഡ് ലവ്. ഒരുപക്ഷെ ഈ ലോകത്തിലെ ഒരുപാട് ആളുകളും അനുഭവിച്ച ഒന്നായിരിക്കും ഈ വൺ സൈഡ് ലവ്. ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു കഥ പറഞ്ഞു വെക്കട്ടെ. അഖിലും മീരയും ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ പല കാര്യങ്ങളും ഒരേപോലെ ചിന്തിച്ചു. അവരുടെ കലാരംഗങ്ങൾ ഒരേപോലെയുള്ളതുമായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കണം ആ ഒരു സൗഹൃദം ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചത്. പതിയെ പതിയെ അഖിലിന് മീരയോടുള്ള സ്നേഹം വളർന്നു വന്നു. ഒടുവിൽ അവൻ തിരിച്ചറിഞ്ഞു താൻ മീരയെ പ്രണയിക്കുകയാണ്. പലതവണയായി അവൻ മീരയോട് ഇത് തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ അവൻ നിരാശനായി മടങ്ങുകയായിരുന്നു ചെയ്തത്. കാരണം താനിത് പറയുന്നത് മൂലം മീരയുമായുള്ള സൗഹൃദ ബന്ധം അവിടെ അവസാനം കുറിച്ചാലോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. ഇതുകൊണ്ടായിരിക്കണം അവൻ്റെ പ്രണയം അതൊരു വൺ സൈഡ് ലവ് ആയിട്ട് മാറിയത്. അതെ, അതാണ് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. തൻ്റെ സൗഹൃദം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ബന്ധം അവിടെ അവസാനിക്കുമോ എന്ന് പേടിച്ച് തൻ്റെ മനസ്സിൽ ഒതുക്കപ്പെട്ട ആ ഒരു സ്നേഹബന്ധമാണ് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് ഒരു വേദനയേറിയ ഒന്നാണ്. ഒറ്റയ്ക്ക് ഇമോഷൻസ് കൊണ്ട് നടക്കുന്നു. ആ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ മനസ്സിൻ്റെ ഒരു കോണിൽ വിലക്കപ്പെട്ട ആ ഒരു സ്നേഹമല്ലേ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. ബ്രേക്കപ്പ് ഇല്ലാത്ത, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ലാത്ത സ്നേഹം പങ്കുവെക്കലിൻ്റെ ഒരു വിപ്ലവമല്ലേ ഈ വൺ സൈഡ് ലവ്. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷനായിരിക്കും ഈ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. വൺ സൈഡായിട്ട് പ്രണയിക്കുന്ന അവർക്കാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ സമർപ്പിക്കുന്നത്.